ഹായ് ഫ്രണ്ട്സ്, ബൈടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഗ്ലാമറിന്റെ ചെയിൻ പോക്കറ്റ് ചേഞ്ച് ചെയ്യാണ്. അതുകൊണ്ട് നമ്മൾ ചെയിൻ പോക്കറ്റിൽ ലൈഫ് കുറയുക, പെട്ടെന്ന് ചെയിൻ പോക്കറ്റ് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് ചെയിൻ പോക്കറ്റ് മാറ്റുന്നത് എങ്ങനെയാണ്, ഏത് ചെയിൻ പോക്കറ്റ് ഇട്ടാലാണ് ലൈഫ് കൂടുതൽ കിലോമീറ്റർ കിട്ടുക എന്നൊക്കെയാണ്. വീഡിയോ ഫുൾ ആയിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിൽ പോകാം. അതിനെ നമുക്ക് ഫസ്റ്റ് ഈ ഒരു കവറിന്റെ ബോൾട്ടൊക്കെ ഊരിയെടുക്കണം. നമുക്ക് ഈ ചെയിൻ കവറിന്റെ ഈ ഫ്രണ്ട് സ്പോക്കറ്റിന്റെ കവറിന്റെ ഒക്കെ ബോൾട്ട് ഊരിയെടുക്കുക ഫസ്റ്റ്. ഒരു കവർ ഊരിയിട്ട് വേണം നമുക്ക് ഇത് ഈ ചെയിൻ്റെ ലോക്ക് ഉണ്ടാവും, കണ്ടില്ലേ? ഈ ഒരു ലോക്ക് നമുക്ക് ഈ പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് തിക്കിയാൽ, കണ്ടില്ലേ, പുറത്തേക്ക് നല്ലൊരു പ്ലെയർ ഉപയോഗിച്ച് തട്ടിയാൻ കൊടുക്കും. ഇതിന് ശേഷം നമുക്ക് ആ ലോക്ക് ഊരിയതിന് ശേഷം വേറൊരു ചെയിൻ്റെ ലോക്ക് കൂടി ഉണ്ടാവും. ലോക്കല്ല, ഒരു പീസ് അവിടെ വെച്ചിട്ടുണ്ടാവും. അതും കൂടി ഇങ്ങോട്ട് ഊരി നമുക്ക് ചെയിൻ സിമ്പിളായിട്ട് പുറത്തേക്ക് ഊരി എടുക്കാണ്ടില്ല. ഇത് ചെയിൻ പറ്റ പോലെ ജസ്റ്റ് അയച്ച് കാണിച്ചു തരാം. ഫുള്ള് സ്പോക്കറ്റിൻ്റെ പല്ലൊക്കെ ഈ ചക്രമായി പോയിക്കുന്നു. ഞാൻ ജസ്റ്റ് ഫ്രണ്ട് സ്പോക്കറ്റ് കണ്ടില്ലേ, ഫ്രണ്ട് സ്പോക്കറ്റ് നമ്മൾ 10 ടി ഉപയോഗിച്ചിട്ട് ആ രണ്ട് ബോൾട്ട് അതിന്മേൽ അയച്ചാൽ അതിന്മേൽ ലോക്ക് ഉണ്ടാവും. ലോക്ക് കൂടെ നമുക്ക് കൈയോണ് എടുത്തോട്ടോ വലത്തോട്ടോ തിരിച്ചാൽ നമുക്ക് പുറത്തേക്ക് സിമ്പിളായിട്ട് ലൂസാക്കി എടുക്കാണ്ടില്ലേ. ഇതിന് ശേഷമാണ് നമുക്ക് വെക്കുന്ന വീൽ അയക്കണം. അപ്പം ഈ ഒരു സ്പോക്കറ്റ് ഇതൊക്കെ അയച്ചെടുത്തിട്ടാണ് നമ്മൾ വീലാണ്. ഫുള്ള് കരട്ടും കണ്ടില്ലേ, ചളിയും മണ്ണൊക്കെ അറിയാം, നമുക്ക് ക്ലീൻ ചെയ്യണം. എന്നുവെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഒരു ആ ചെയിൻ കണ്ടില്ല, ആ ഒരു ബ്രേക്കിനായിട്ട് ഫുള്ള് ലൂസാക്കി എടുക്കാം. നമുക്ക് വീലും കൊണ്ട് വരാം. അപ്പോൾ പിന്നെ നെക്സ്റ്റ് നമ്മളെ ആ ഒരു സ്റ്റഡി ബോൾട്ട് ഉണ്ടാവും. സ്റ്റഡി ബോൾട്ട് വരണം വീലിനായിട്ട് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ വീലൊക്കെ ഊരിയെടുത്ത് നമുക്ക് ഈ ഒരു ബാക്കിൽ സ്പോക്കറ്റ് വരുന്ന ഭാഗമാണ്. ഇതിന്റെ ബെയറിംഗ് ഒക്കെ ഇളക്കുണ്ടോ ഷേക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ആ ഒരു ബെയറിംഗ് ഇതിന്റെ കൂടെ മാറ്റുന്നതാണ് നല്ലത് കേട്ടോ. പുതിയ ബെയറിംഗ് നമ്മൾ ചെയിൻ സ്പോക്കറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ പുതിയ ബെയറിംഗ് ഇട്ട് കൊടുക്കണം. നമ്മൾ ബെയറിംഗ് മാറ്റിയതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ബെയറിംഗ് മാറ്റുന്നത് കാണിക്കാത്തത്. ഈ കുഷബർ ഈ റബ്ബർ കട്ടോ കംപ്ലൈന്റ് ഉണ്ടോ നോക്കുക. ഓർ പ്ലേ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ ഒരു പിന്നെ ഈ കുഷബറൊക്കെ മാറ്റാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ ചെയിന് പ്ലേ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കുഷബറും ബെയറിംഗും ഒക്കെ പോയതാണെങ്കിലും മാറ്റുന്നത് നല്ലതാണ്, മാറ്റി കൊടുക്കുന്നത് നിങ്ങളെ താല്പര്യം ചെയ്തോളി, മാറ്റുന്നതാണ് നല്ലത്. ബെയറിംഗും കുഷബറും നിർബന്ധമായി മാറ്റുന്ന ശേഷം നമുക്ക് ഒരു 4 പിന്നെ നട്ട് ലൂസാക്കി എടുത്തിട്ട് വേണം കൊണ്ട് ഈ ഒരു സ്പോക്കറ്റ് ഞാൻ കാണിച്ചു ഊരി എടുത്തിട്ട് ഫുള്ള് ചക്രം പോലെ അയക്കുന്നത്. ഞാൻ പുതിയ ഇട്ട് കട്ട് ചെയ്ത് തരാം. ഫുള്ള് പല്ലൊക്കെ തേഞ്ഞ് കണ്ടില്ലേ, കണ്ടോ ഫുള്ള് തേയ്മാനം വന്ന് കയറി പിടിക്കുക. നമ്മൾ കയറ്റോ കയറുമ്പോൾ കിടുകിടുന്നില്ല സൗണ്ടാണ്. നമ്മൾ ഈ ഒരു ചെയിൻ സ്പോക്കറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെച്ചാൽ റോൾ എന്ന് പറഞ്ഞ കിറ്റാണ്, ഗോൾഡ് കിറ്റ് എന്ന് പറഞ്ഞാണ്. 700 ഗ്ലാമർ കണ്ടില്ലേ, 730 രൂപയാണ് ഇനി വരുന്നത്. നല്ല ചെയിൻ കിറ്റാണ്. കൂടുതലും നമ്മളെ ബൈക്കിനും ഒക്കെ ഈ ഒരു കിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ലൈഫും കിലോമീറ്ററും ഒക്കെ കിട്ടും ഈ ഒരു ചെയിൻ കിറ്റുണ്ടോ. കംപ്ലൈൻറ്റ് വലിയ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഷോപ്പിലെല്ലാ വണ്ടിക്കും. അതുകൊണ്ട് നിങ്ങൾ പലർക്കും ഓർമ്മ ഉണ്ടാവും ഈ ഒരു കിറ്റ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലേ ഇതിൻ്റെ ഒരു പല്ല് കണ്ടില്ലേ, നല്ല കണ്ടില്ലേ, മറ്റൊരു ചക്രം പോലെ തേയ്മാനം വന്നു നോക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ചെയിനൊക്കെ നമ്മൾ ലൂസ് ആകുമ്പോൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സൗണ്ടൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് കൂടുതൽ വെക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ചെയിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ ലൂസിൽ ഓടിയാൽ നമ്മൾ ഈ ഒരു ലൂസിൽ നമ്മൾ കയറി പിടിച്ചു പോവും ഈ ചെയിന്. അങ്ങനെയാണ് ഈ പല്ലൊക്കെ പൊട്ടാൻ സാധ്യത. അതുകൊണ്ട് ചെറിയ ലൂസൊക്കെ ചെയിൻ തട്ടുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പരമാവധി നമുക്ക് കിലോമീറ്റർ നമുക്ക് ഈ ചെയിൻ്റെ ലൈഫ് കിട്ടും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. മെയിനായിട്ട് പിന്നെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്റ്റഫ് ആവാൻ സമ്മതിക്കാണ്ട് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ
ഈ ഓയിലൊക്കെ ഇടയ്ക്കിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ലൈഫ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ തിരിച്ച് ഒരു 4 ഊരിയെടുത്ത ഒരു നട്ട് ടൈറ്റ് ചെയ്യാണ്. നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിച്ചില്ല, ഓർ ലാഗാകുന്ന. നമ്മൾ ഈ അയക്കുമ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഫിറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ കാണിക്കുക. പക്ഷേ ആ ഒരു വീഡിയോ നമ്മൾ ഇതിൽ എടുത്തില്ല. ഓവർ കുറച്ചുകൂടി ലാഗാവുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണിക്കാത്തത്. അതിന് ശേഷം ബെയറിങ് മാറ്റിയതാണ്. ബെയറിങ് മാറ്റി നമ്മൾ ഇതിലെടുക്കുക കാണിച്ചില്ല. ബെയറിങ് മാറ്റി കൊടുക്കുക. കുശബർ നമ്മൾ ഇതിൽ മാറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കാം. ഇന്നിപ്പോൾ മെക്കാനിക്ക്മാർ പറഞ്ഞില്ലെങ്കിൽ അവർ പറയൂ, ഇല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞ് മാറ്റിക്കുക, അതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മളൊരു ഈ ഒരു ഇത് കണ്ടില്ലേ, സ്പോക്കറ്റിൻ്റെ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഫ്രണ്ടോട്ടാക്കി വെക്കണം. ചെയിൻ ഫിറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് അത് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കോട്ടാക്കി വെക്കുക ചെയ്യാം. നമ്മൾ ഈ ടൈറ്റ് ആക്കുന്നതനുസരിച്ച് ബാക്കോട്ട് പോകുമ്പോൾ പുതിയ ചെയിൻ ഇടുമ്പോൾ നമ്മൾ ഫ്രണ്ടോട്ട് നീക്കി വെക്കണം. അതിന് ശേഷമാണ് അങ്ങനെ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് ജസ്റ്റ് ബാക്ക് സ്പോക്കറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഇനി ഫ്രണ്ട് സ്പോക്കറ്റ് ഫിറ്റ് ചെയ്യാണ്. ഫ്രണ്ട് സ്പോക്കറ്റിൻ്റെ അതിൻ്റെ കൂടെ ഉണ്ടാവും അതിൻ്റെ ഞട്ടും ബോൾട്ടും കണ്ടില്ലേ, കാര്യങ്ങളൊക്കെ പുതിയ അങ്ങനെ കിറ്റായിട്ട് വരുന്നതാണ്. കണ്ടില്ലേ, അതിൽ റോളൻ്റെ കിറ്റിൽ വരും. അതുകൊണ്ടാണ് ഇത് നല്ലൊരു കിറ്റാണെന്ന് ഞാൻ പറയാൻ കാരണം. പിന്നെ അത്യാവശ്യം ലൈഫോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഫ്രണ്ട് സ്പോക്കറ്റ് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരെ ഒരു ഗാഡി ഉണ്ടാവില്ല, നേരത്തെ നോക്കിയായിട്ട് ഇറക്കിയാൽ ആ സ്പോക്കറ്റ് ഫ്രണ്ട് സ്പോക്കറ്റ് അങ്ങോട്ട് ഫിറ്റ് ആവും. അതിനുശേഷം നമ്മൾ ആ ഒരു ലോക്ക് ഫസ്റ്റ് വരിക, ലോക്ക് നമ്മൾ പുതിയ തന്നെ അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഒരു ബോൾട്ട് ഉണ്ടാവും. ആ ബോൾട്ട് അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലത്തെ വീഡിയോസിനായിട്ട്. അങ്ങനെ നമ്മളൊരു 10 ട്യൂബ് വെച്ചിട്ട് ആ ഒരു 2 ബോൾട്ടും ടൈറ്റായി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയിന് നമുക്ക് ഫിറ്റ് ചെയ്യണം. ചെയിൻ്റെ ലോക്ക് ഫസ്റ്റ് ഊരിയെടുക്കുക. പുതിയ ചെയിൻ്റെ ലോക്ക് ഊരിയിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് അതിൽ ചെയിൻ സ്പോക്കറ്റിന്മേൽ കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് നമുക്ക് പിന്നെ ലോക്ക് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയിൻ ലോക്ക് ഊരിയതിന് ശേഷം ബാക്ക് സ്പോക്കറ്റിൻ്റെ അടുത്തൂടെ നമ്മൾ ചെയിന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് സ്പോക്കറ്റിൻ്റെ അതിലൂടെ വന്ന് തിരിച്ച് കണ്ടില്ലേ, അങ്ങനെ തിരിച്ച് സൈഡോട്ട് കൊണ്ടുപോയി നമ്മൾ ഊരി വെച്ച ഒരു ലോക്ക് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഒരു പിന്നെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റാണ് ആ ഒരു ലോക്ക് അതിൻ്റെ പുറമെ വരിക. നമ്മൾ ഫസ്റ്റ് അയച്ച അതേ മോഡൽ തന്നെ ഈ ലോക്ക് ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ആരെങ്കിലും ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പുറത്ത് വരുന്ന ലോക്ക് നല്ലോണം കുടുങ്ങണം. ഞാൻ കാണിച്ചു തരാം. ആ കുടുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ ചെയിന് വിട്ടുപോകാനൊക്കെ സാധ്യത ഉണ്ട്, പൊട്ടി പോകാനൊക്കെ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. സിമ്പിളാണ്, നമുക്കൊരു പ്ലെയർ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആവുക എന്നില്ലേ. കണ്ടില്ലേ, അങ്ങനത്തെ നല്ലോണം ലോക്കായി പ്രസ്സായി നിൽക്കൂ. അത് ശ്രദ്ധിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ചെയിൻ നമുക്ക് ഫ്രണ്ടോട് നീക്കിയതാണല്ലോ, നമുക്ക് പുതിയ ചെയിൻ ആയിക്കൊണ്ട് അത് നേരെ ബാക്കോട്ട് നമുക്ക് കണ്ടില്ലേ ടൈറ്റ് ആക്കി. അങ്ങനെ ടൈറ്റ് ആക്കുന്നതിനനുസരിച്ച് ബാക്കിൽ അഡ്ജസ്റ്റ്മെന്റ് ടൈറ്റ് ആക്കുന്നതനുസരിച്ച് ചെയിൻ ടൈറ്റ് ആവും. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെയിൻ ടൈറ്റ് ആയി കൊടുക്കുക. സ്പോക്കറ്റിന്റെ ആക്സിൽ ടൈറ്റ് ആയി കൊടുക്കാം. അത് നമ്മൾ ചെറുങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ടൈറ്റ് ആക്കുക. ഓവർ ടൈറ്റ് ആയി പോയത് അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം. ഓവർ എപ്പോഴും ചെയിൻ കണ്ടില്ല, ഇങ്ങനെ പ്ലേ വേണം. എന്തായാലും ഓവർ ടൈറ്റിങ്ങിൽ എന്തായാലും ചെയിൻ വെക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു പ്ലേ വേണം. നമ്മൾ റണ്ണിങ്ങിൽ ഒന്നുകൂടി ചെയിൻ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിനെക്കൊണ്ട് ഈ ഒരു ചെറിയ പ്ലേ എല്ലാ ലെവലിലും വെക്കണം. അതിന് ശേഷം നമുക്ക് ചെയിൻ കാറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഈ ചെയിൻ കാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ കാർ നല്ലോണം 2 സൈഡും ഒരു ഗാഡിയൊക്കെ ഉണ്ടാവും ബാക്കിൽ. അതുകൊണ്ട് അതൊക്കെ നല്ലോണം കറക്റ്റായിട്ട് കുടുങ്ങുന്ന നോക്കണം. കുടുങ്ങിയില്ലെങ്കിൽ ചെയിൻ കാറിന് തട്ടാൻ സാധ്യതയുണ്ട് ചെയിന്. അന്നിപ്പോൾ നല്ലോണം പ്രസ്സായി നിൽക്കും. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. ഒരു സെറ്റിംഗ് ഉണ്ടാവും അതിൻ്റെ ക്ലാമ്പ് ഉള്ളിലൊക്കെ വരുന്നത്. അതൊക്കെ കറക്റ്റിന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചെയിൻ കവർ തട്ടാൻ സാധ്യതയുണ്ട് ചെയിന്. അങ്ങനെ നമ്മൾ അയച്ച 4 ബോൾട്ട് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ഫ്രണ്ട് സ്പോക്കറ്റിൻ്റെ അവിടെ നമുക്ക് കുറച്ച് ഗ്രീസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ഈ പുതിയ ചെയിനൊക്കെ ആയിക്കൊണ്ട് ഒന്ന് ഗ്രീസ് കുറച്ച് ആ ബോൾട്ടിൻ്റെ അവിടെയൊക്കെ വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് വേണം അതിൻ്റെ കവർ നമുക്ക് അടിക്കാൻ. കണ്ടില്ലേ, ആ കവർ തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ 8 ട്യൂബ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ആയി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ബാക്കത്തെ വീല് ഫിറ്റ് ചെയ്യണം. വീല് ഫിറ്റ് ചെയ്യണം നമ്മൾ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 2 ടൈറ്റ് ആക്കട്ടെ. എന്നിട്ട് അതിൽ ലൈനർ കണ്ടില്ലേ, ലൈനർ പുതിയ ലൈനറാണ്, നമ്മൾ മാറ്റിയതാണ്. അതിനെക്കൊണ്ട് നമ്മൾ ലൈനർ ഒന്നും ചെയ്തില്ല. പിന്നെ നിങ്ങൾ ലൈനറൊക്കെ മാറ്റാനായതാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നാലും നമ്മൾ സിമ്പിളായിട്ട് ഇത് ഏതായാലും ചെയിനൊക്കെ മാറ്റുമ്പോൾ കൂടെ അയക്കുന്നതാണല്ലോ.
അതുകൊണ്ട് അതിൻ്റെ കൂടെ പോയിക്കുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. നമ്മൾ അയച്ച് ക്ലീൻ ചെയ്താണ്. അതിപ്പോൾ അത് ക്ലീൻ ചെയ്തൊക്കെ വീൽ ഫിറ്റ് ചെയ്താണ്. നമുക്ക് വീല് ഫുൾ ഫിറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്കിൻ്റെ എത്ര പ്ലാൻ വേണ്ടിയെന്ന് വെച്ചാൽ ബ്രേക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ ഒന്ന് ടൈറ്റ് ആയി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ബ്രേക്ക് കണ്ടില്ല പെഡൽ എത്ര വേണ്ടിയെന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് വീൽ നട്ട് ഒന്ന് ടൈറ്റ് ആയി കൊടുക്കാം. ഒന്ന് വീൽ നട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഈ അലൈൻമെൻറ്റ് കിട്ടണമെങ്കിൽ ആ രണ്ട് സൈഡിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വീലൊക്കെ റെഡിയാണ്. ബ്രേക്ക് കറക്റ്റ് പോയിന്റിന് വെച്ചിട്ട് നമുക്ക് വീൽ നട്ട് ടൈറ്റ് ആയി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.